ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക മറന്നുവെച്ച സംഭവത്തിൽ ഡോക്ടർ ജെ ഷാഹിദയ്ക്ക് വീഴ്ചയില്ലെന്ന് അന്വേഷണ സമിതി. പ്രോട്ടോകോൾ പാലിക്കാനാകാത്തതും ജീവനക്കാരുടെ കുറവും ചൂണ്ടിക്കാട്ടിയുള്ള അന്വേഷണ റിപ്പോർട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജിന് കൈമാറും. അതേസമയം ശസ്ത്രക്രിയാ പിഴവിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കാനാണ് പോലീസിന്റെ നീക്കം. നിലവിലെ ഏകപ്രതി 2021 ശസ്ത്രക്രിയ നടത്തിയ വൈദ്യസംഘത്തിന്റെ മേധാവി ഡോക്ടർ ലളിതാംബിക കരുണാകരൻ മാത്രം. അറസ്റ്റ് ഉടനുണ്ടാവുമെന്നാണ് സൂചന. പ്രതിപട്ടിക വിപുലീകരിക്കാനുള്ള നടപടികളും പോലീസ് തുടങ്ങി. 1 നിന്ന് 9 പ്രതികളുടെ എണ്ണം വർദ്ധിച്ചേക്കും. ഉഷ ജോസഫിന് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ജെ ഷാഹിദ, നഴ്സിംഗ് ഓഫീസറായിരുന്ന PS ധന്യ എന്നിവരെ പ്രതി ചേർക്കും. സംഘത്തിലുണ്ടായിരുന്ന 9 പേരുടെ മുഴുവൻ വിവരങ്ങളും പോലീസ് ശേഖരിച്ചു. ഉഷയുടെ മെഡിക്കൽ രേഖകളും ആശുപത്രിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു. ആരോഗ്യമന്ത്രി നിയോഗിച്ച അന്വേഷണ സംഘം തയ്യാറാക്കിയത് വിചിത്ര അന്വേഷണ റിപ്പോർട്ട്. ശസ്ത്രക്രിയയിൽ പ്രോട്ടോകോൾ പാലിച്ചില്ല. ജീവനക്കാരുടെ എണ്ണം കുറവായിരുന്നു. പക്ഷേ ഡോക്ടർക്ക് വീഴ്ചയില്ല. പിഴവിന്റെ ഉത്തരവാദി ആരെന്ന കണ്ടെത്തലും റിപ്പോർട്ടിലില്ല. ശസ്ത്രക്രിയ കൃത്യമായി പൂർത്തീകരിച്ചെന്നും പിഴവുകളില്ലെന്ന് ഉറപ്പിച്ച ശേഷമാണ് തുന്നിക്കെട്ടിയതെന്ന സംഘാംഗങ്ങളുടെ മൊഴിയും റിപ്പോർട്ടിലുണ്ട്. ഉഷയുടെ വയറ്റിൽ നിന്ന് ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്ത ആർട്ടറി ഫോർസെപ്സ് നാളെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് തിരുവനന്തപുരം ഫോറൻസിക് ലാബിലേക്ക് അയക്കും. ഉപകരണത്തിന്റെ കാലപ്പഴക്കം കണ്ടെത്തുകയാണ് ലക്ഷ്യം. പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ വിദഗ്ധ ഡോക്ടേഴ്സ് അടങ്ങിയ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചും അന്വേഷണം നടക്കും. ചികിത്സാ പിഴവുണ്ടായോ എന്ന് സ്ഥിരീകരിക്കുക മെഡിക്കൽ ബോർഡിന്റെ അന്വേഷണത്തിലായിരിക്കും. നിലവിൽ കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന ഉഷ ജോസഫിന്റെ ആരോഗ്യനില തൃപ്തികരമെന്ന ഡോക്ടേഴ്സ്. 24 ആലപ്പുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.